വിശുദ്ധ മത്തായി സുവിശേഷം 12-ാം അധ്യായം 43 മുതൽ 45 വരെ വചനങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ ആ വ്യക്തി ശുദ്ധീകരിക്കപ്പെടുന്നു. ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആ അശുദ്ധാത്മാവ് ആശ്വാസം നേടി വരണ്ട സ്ഥലങ്ങളിലൂടെ നടക്കുന്നു. അതായത് അതിന് വസിക്കാൻ പറ്റിയ മറ്റു ദേശം അല്ലെങ്കിൽ വ്യക്തി അത് സാധിക്കാതെ വരുമ്പോൾ അത് ഇറങ്ങിപ്പോകുന്ന ആ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലുകയും അത് ശുദ്ധീകരിക്കപ്പെട്ട് കിടക്കുന്നത് കണ്ട് അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമർപ്പിച്ച് ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുകയും ചെയ്യുന്നു. അതായത് വചനം മനസ്സിലാക്കി തരികയാണ്, നാം പാപത്തെയും പാപമാർഗ്ഗങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, ദൈവത്തെ വിശ്വസിക്കുകയും ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും കൊണ്ട് നമ്മുടെ മനസ്സും ശരീരവും ജീവിതവും ആത്മാവും നിറയ്ക്കണം. അല്ലെങ്കിൽ അശുദ്ധാത്മാവ് നമ്മുടെ ജീവിതം നാശത്തിലേക്ക് നയിക്കുന്ന വചനം മനസ്സിലാക്കി തരുന്നു. അതുപോലെ വചനം മനസ്സിലാക്കി തരികയാണ്, നാം പാപം ഉപേക്ഷിച്ചാലും നമുക്ക് ശക്തമായ തിന്മയുടെ പ്രലോഭനങ്ങളെയും പ്രേരണകളെയും പരീക്ഷണമൊക്കെ നേരിടേണ്ടി വരും. അതുകൊണ്ടാവാം നാം പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും കുദാശ ജീവിതത്തിലും ഒക്കെ നടന്നിട്ടും ചിലപ്പോഴെല്ലാം തിന്മയിലേക്ക് വീണു പോകുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമാണ് നാം നയിക്കുന്നതെങ്കിലും നാം തിന്മയുടെ മാർഗ്ഗത്തിലൂടെയും ചിരിക്കുന്നതിന് കാരണം. ഇവിടെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമ്മളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഇനിയും വളരേണ്ടതുണ്ട് എന്നുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഈ ലോക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ സജീവമാവണമെന്നില്ല. പരിശുദ്ധാത്മാ അഭിഷേകത്തിനും ദൈവമനുസരിച്ച് ദൈവപദ്ധതികളുടെ പൂർത്തീകരണത്തിനും നിത്യസന്തോഷത്തിനും നിത്യജീവിതത്തിനും നാം പ്രാർത്ഥിക്കണമെന്ന് വചനം മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുപോലെ സത്യത്തെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ജ്ഞാനം, സ്നേഹം, ക്ഷമ എന്നിങ്ങനെ സർവ്വ ദൈവകൃപകളും നമ്മൾ ഭക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നമ്മൾ നിറയണമെങ്കിൽ നാം ദൈവത്തെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയും അനുസരിക്കുകയും വേണം. ഈശോ ഈ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ പോലും ദൈവവചനം ഉപയോഗിച്ച് സംസാരിക്കുന്ന വചനത്തെ കാണാൻ സാധിക്കും. അതോടൊപ്പം പ്രാർത്ഥനാ ജീവിതവും കൂദാശ ജീവിതവും കൊണ്ട് നമ്മുടെ ജീവിതം ദൈവാത്മാവിൻ്റെ വാസസ്ഥലമാക്കി മാറ്റണം. അതുപോലെ തന്നെ ദൈവവചന ഗീതങ്ങൾ ശ്രവിക്കുമ്പോഴും ദൈവവചന സുഗത ജപങ്ങൾ ഉരുടുമ്പോഴും ദൈവത്തെ ഇപ്പോഴും മനസ്സ് തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ സജീവമായി തീരും. അപ്പോൾ ദൈവഹിതം അനുസരിച്ച് നന്മയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വിശുദ്ധിയുടെയും പ്രാർത്ഥനാ ജീവിതത്തിൻ്റെയും കൂദാശ ജീവിതത്തിൻ്റെ ഒക്കെ മാർഗ്ഗത്തിലൂടെ ചിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പാവത്തെ നമ്മിൽ നിന്ന് അകറ്റി ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വാസം അർപ്പിക്കുമ്പോൾ അത് ശൂന്യമായ ഭവനമാവില്ല, ദൈവാത്മാവിൻ്റെ ഭവനമായി നമ്മുടെ ജീവിതങ്ങൾ മാറും. അവിടെ അശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അശുദ്ധാത്മാവിൻ്റെ സ്ഥാനം ഉണ്ടാകില്ല. ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചന പഠനം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.